ഹായ്, ഇന്ന് നമുക്കേ ഒരു വെറൈറ്റി പുട്ട് ഉണ്ടാക്കാം. നമുക്കിവിടെ ഒരു നല്ലൊരു നെയ്ബർ വന്നിട്ടുണ്ട്. റെന്റിന് വന്നിട്ടുള്ളതാണ്. ഒരു ബീഹാറുകാരാ. അവരുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ബീഹാറിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്ററുടെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ സിസ്റ്ററും ഫാമിലിയൊക്കെ ബീഹാറിലാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ബീഹാറിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ പുള്ളിക്കാരി എനിക്ക് കൊണ്ടു തന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്. അതിലൊന്നത് ഇതാണ്. ഇത് നല്ല അവരുടെ പാടത്തുണ്ടായ ചോളം ഒരു വറുത്ത് പൊടിച്ചതാണ്. തുറക്കുമ്പോൾ എന്താ മണമെന്നറിയോ? നല്ല മണമാണ്. എന്ന് പറഞ്ഞാൽ തുറക്കുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് തിന്നാൻ തോന്നും, അത്ര നല്ല മണമാണേ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് പുട്ടുണ്ടാക്കാം. ഇത് മൊത്തത്തില് ചോളപ്പൊടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീർന്നു പോവില്ലേ? കാരണം ഞാൻ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുട്ടുണ്ടാക്കി അത് കഴിച്ചോണ്ടിരുന്നപ്പം അവള് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞാൻ അവൾക്ക് പുട്ടും കറിയുമായിട്ട് കൊടുത്തു. അപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടുമോ, അപ്പം എനിക്കും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ഇന്നൊരു വീഡിയോ റെഡിയാക്കി ഇടാം എന്ന് പറഞ്ഞു. ഞാൻ അതിനായിട്ട് കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് ഈ ചോളത്തിൻ്റെ പൊടിയും ഇടും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചോളപ്പൊടി തീർന്നു പോവുകയെ. കാര്യം നല്ല ടേസ്റ്റാണ്. ആ എടുത്ത അരിപ്പൊടിയുടെ അത്രയും തന്നെ ചോളപ്പൊടിയും ഇടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ട് തോന്നി കേട്ടോ. ഈ അരിപ്പൊടിയും ചോളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പുട്ട് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചോളപ്പൊടി കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ, പിന്നെ ഫോണിൽ കളിക്കാം. ഫോൺ എടുക്കണ്ട. വെള്ളം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒഴിക്കണേ. നമ്മളെ പുട്ടുപൊടി നല്ല സെറ്റായിട്ടുണ്ടേ. ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു നേരത്തേക്ക് ഇത്രയും പുട്ടുപൊടി ആവശ്യമില്ല. അപ്പം ഞാനിത് കൊച്ചിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും കൂടെ ചേർത്ത് ഞാൻ പൊടി എടുത്തേക്കുവാണേ. ഇപ്പോഴത്തേക്ക് ഇത് മതി. ഇതിലേക്ക് തേങ്ങ സെപ്പറേറ്റ് ഇടുന്നില്ല. എളുപ്പത്തിൽ ജോലി കഴിയുമല്ലോ. അതുമല്ല ടേസ്റ്റും കൂടുതലായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തേങ്ങയും കൂടി ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്നും കൂടെ ടേസ്റ്റാണ്. നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെക്കാനുള്ളതിനകത്തോട്ട് തേങ്ങ ചേർത്ത് വെക്കരുത്. കാര്യം ആ തേങ്ങ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങയ്ക്ക് ഒരു മഞ്ഞ നിറമായി പോവും. നമ്മുടെ പുട്ടുപൊടി സെറ്റായിട്ടുണ്ടേ. ഇനി നമുക്ക് പുട്ടുപൊടി പുട്ടുകുറ്റിയിലോട്ട് ഇട്ട് കൊടുക്കേ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. പുട്ടിന് ആവി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുണ്ടോ, ഇന്ന് ഉച്ചയ്ക്ക് വെച്ച അയിലക്കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു അയിലക്കറിയാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം ഇടാം. നല്ല മീൻകറിയാണ്.
തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വെച്ചതാണ്. ഈ പുട്ട് കഴിച്ചു നോക്കേ. ഞാൻ രാവിലെ ഉണ്ടാക്കിയതാ, നമുക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റുള്ള പുട്ട് ഇതാണ്. നല്ല ചൂടോടെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് പുട്ടും മീൻകറിയും ഒരു കട്ടൻ കാപ്പിയും ഉണ്ടെങ്കിൽ സൂപ്പർ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.